കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുവാൻ പരിശുദ്ധനായ ദൈവം എനിക്ക് തരുന്ന സുന്ദരമായിരിക്കുന്ന ഈ നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകാൽ ദൈവവചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുവചനം പ്രഘോഷിപ്പാൻ എന്നെ കൂടെ അനുവദിക്കുകയും ദൈവവചനത്തിൽ മറഞ്ഞു കിടക്കുന്ന സ്വർഗീയ മന്ന ബോധ്യമാക്കുവാനുള്ള വൻകൃപ സ്വർഗത്തിൽ നിന്ന് നൽകുകയും അത് കേൾക്കുവാൻ ആയിരക്കണക്കിന് ആളുകളെ ഒരുക്കുകയും എല്ലാം ചെയ്ത സർവകൃപാലുവായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി 107 സങ്കീർത്തനം 23 വാക്യവും 24 വാക്യവും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 107, 23, 24 വാക്യങ്ങൾ. കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. കപ്പൽ കയറി സമുദ്രത്തിലോടിയവരും പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവരും അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. 107 സങ്കീർത്തനം ഒരു പരിധിവരെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവർ കടന്നുപോയ മേഖലകളിലെല്ലാം അവർക്കുണ്ടായ പോരായ്മകൾ നിമിത്തം അവരകപ്പെട്ടുപോയ അസാധാരണമായിരിക്കുന്ന കുഴികളും ബന്ധനങ്ങളും അതിനകത്ത് നിന്ന് എല്ലാ കാലവും അതിനകത്ത് തളയ്ക്കപ്പെട്ടവരായി കിടക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തെ വിളിച്ചപേക്ഷിച്ച കാലത്തൊക്കെയും ദൈവം അവരെ കുഴികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും അവരകപ്പെട്ട മാരക രോഗങ്ങളിൽ നിന്നും എല്ലാറ്റിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുകയും ആ വിടുതലിൻ്റെ മാധുര്യത്തിൽ ദൈവത്തിന് അവർ നന്ദി പറയുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സുന്ദരമായ ചിന്തനീയമായ അനേക കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒരു സങ്കീർത്തനമാണ് 107 സങ്കീർത്തനം. 107 സങ്കീർത്തനത്തിലെ ഓരോ വാചകത്തെയും ഓരോ വാക്യത്തെയും ആധാരമാക്കി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇതേ സന്ദേശം അനുദിനം നൽകിത്തരുന്ന സന്ദേശം നാളുകൾക്ക് മുമ്പ് എൻ്റെ കേൾവിക്കാർക്ക് നൽകിത്തന്നതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നാൽ ഇന്നലെ ഈ വാക്യം വീണ്ടും വായിക്കുമ്പോൾ ഈ വാക്യത്തിനകത്ത് ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു ഉൾബോധം, ഒരു ഉൾക്കാഴ്ച, അത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒത്തിരി നന്നായിരിക്കുമെന്നുള്ള ബോധ്യത്തോടെ ഒരാവർത്തി കൂടെ ഈ വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഈ സങ്കീർത്തനത്തിൽ നാം വായിച്ച വാക്യങ്ങളിൽ കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ. വ്യാപാരം ചെയ്തവർ എന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ വെള്ളത്തിൽ, ആഴമുള്ള വെള്ളത്തിൽ പ്രവർത്തിച്ചവർ, വർക്ക് ചെയ്തവർ എന്നേ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളൂ. അതായിരിക്കും കുറച്ചുകൂടെ സുന്ദരമായിരിക്കുന്ന ചിന്ത. വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർ, കടലിൽ പോയി മീൻ പിടിക്കുന്നവരും അങ്ങനെ കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന പല കാര്യങ്ങൾ മുകളിൽ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്യുന്നവരൊക്കെ ഇന്നും അന്നും ലോകത്തിലുണ്ടല്ലോ. അവരെ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സമുദ്രത്തിൽ കപ്പൽ കയറി ഓടിയവർ എന്ന് പറയുന്നത് ഒരു റിസ്ക്കാണ്. ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് മനോധൈര്യമുള്ളവർക്ക്, ആത്മവീര്യമുള്ളവർക്ക്, എല്ലാവരെ കൊണ്ടുവന്നും ഒരുപക്ഷെ കപ്പൽ യാത്ര പോലും ഭയപ്പെടുന്ന ആളുകളുണ്ട്. കപ്പലിൽ യാത്ര ചെയ്താൽ കടൽ ചുരുക്ക് നിമിത്തം തലകറക്കവും അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ നേരിടുകയും ദിവസങ്ങളോളം ചിലപ്പോൾ അതിൻ്റെ ആഘാതത്തിൽ ശാരീരിക ക്ഷീണത്തിലൊക്കെ അകപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. കടലിൻ്റെ ആഴത്തിലേക്ക് ഓളങ്ങൾ, തിരമാലകൾ തള്ളിക്കയറുന്ന വല്ലാത്ത അപകടകരമായിരിക്കുന്ന, മനസ്സിന് പോലും പിരിമുറുക്കം സമ്മാനിക്കുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് അസാധാരണ മനക്കട്ടി വേണം. ഇത് കൂടെ ചെയ്ത് ഒരു പരിശീലനം കിട്ടിയാൽ ചിലപ്പോൾ അതൊന്നും ചിന്തിച്ചിരിക്കില്ല. അപ്പോൾ സമുദ്രത്തിൽ
കപ്പൽ കയറി ഓടിയവർ. അവർ മനോധൈര്യമുള്ളവരാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങിയവരാണ്. ഈ സമുദ്രത്തിൻ്റെ വെള്ളത്തിൽ പ്രവർത്തിക്കുന്നവരും അവരെയും സമ്മതിക്കണം. വലിയ അപകടം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കടൽ. ചിലപ്പോഴൊക്കെ പോയാൽ കാറ്റും തിരമാലയുള്ളപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ കേട്ടിട്ടുള്ളത്, ഇന്നത്തെ പോലെ സുരക്ഷാ ഗാർഡുകളോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകാനുള്ള ക്രമീകരണങ്ങളൊന്നുമില്ലാത്ത പണ്ടത്തെ കാലത്തൊക്കെ മുക്കുവ കഥകളിലൊക്കെ കേട്ടിരിക്കുന്നത്, എത്രയോ പേർ പോയാൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഉറപ്പില്ല. അങ്ങനെയാണ് ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിട്ട്, മണ്ണ് വിട്ട് ഈ കടലിലേക്ക്, ഇന്നത്തെ പോലെ അത്യാധുനികമായിരിക്കുന്ന കപ്പലോ സംവിധാനങ്ങളൊന്നുമില്ലാത്ത അതിപുരാതന കാലത്ത് പാക്കപ്പലുമായി വെള്ളത്തിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ ധൈര്യവും ഒരു പവറൊക്കെയാണ്. എന്താണെങ്കിലും പറയാൻ വരുന്ന കാര്യം, സമുദ്രത്തിലേക്കിറങ്ങി പെരുവെള്ളത്തിൽ വേല ചെയ്യുന്നവർ റിസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്, മനോധൈര്യം വേണം, ചിലപ്പോൾ ജീവനെ കൈ പിടിച്ചുകൊണ്ടാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിന് തയ്യാറായ ആളുകൾ ഈ റിസ്ക് എടുക്കാൻ, ഈ പ്രയാസം ശിരസിൽ വഹിപ്പാൻ, ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ, ആ പെരുവെള്ളങ്ങളിൽ വേല ചെയ്യാൻ, അങ്ങനെ ആരൊക്കെ മനസ്സ് വെച്ചിട്ടുണ്ടോ അവരെല്ലാം ഉപ്പുവെള്ളം കുടിച്ച് ചത്തു എന്നല്ല ഈ വാക്യം. അവരെല്ലാം പോയിട്ട് തിരിച്ചു വന്നില്ല, അപകടത്തിൽപ്പെട്ടു എന്നല്ല വാക്യം. അവരെല്ലാം പലരും മാനസിക സംഘർഷത്തിനൊക്കെ അകപ്പെട്ടു. ഇനി ജീവിതത്തിൽ ഒരിക്കലും കടലിൽ പോകത്തില്ല എന്നും പറഞ്ഞ് സത്യം ചെയ്ത് തിരിച്ചു കയറിപ്പോന്നു എന്നും അല്ല വാക്യം. പിന്നെ എന്താണ് ഈ 23-ാം വാക്യത്തിൻ്റെ ബാക്കി ഭാഗം അഥവാ 24-ാം വാക്യം? അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അഥവാ വലിയ ഡീപ്പ് വാട്ടറിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താ? പലരും പകച്ചും പേടിച്ചും ഭയപ്പെട്ടും ഈ വെള്ളത്തിലേക്ക്, ഈ ആഴിയിലേക്ക് ഇറങ്ങാൻ മടിച്ചു മാറി നിന്നു. പെരുവെള്ളത്തിൽ വേല ചെയ്യാൻ, ഈ ആഴപ്പരപ്പിൽ അധ്വാനിപ്പാൻ പലരും മനസ്സില്ലാതെ മാറി നിന്നു. അവരൊന്നും അത്ഭുതങ്ങൾ കണ്ടില്ല, അവരൊന്നും ദൈവപ്രവൃത്തി കണ്ടില്ല. ഈ ലോകത്തിൽ വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ ആരാണോ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളത്, ആരാണോ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ കണ്ടിട്ടുള്ളത്, അവരെല്ലാവരും കൂടി സമുദ്രത്തിൽ പോയതുകൊണ്ടാണ് കണ്ടതെന്നല്ല ഈ അർത്ഥം. ഈ വാക്യത്തിൻ്റെ അർത്ഥം, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടെന്നും പ്രയാസങ്ങളുണ്ടെന്നും അപകടങ്ങളുണ്ടെന്നും തിരമാലകളുണ്ടെന്നും കാറ്റും കോളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കാര്യത്തിൻ്റെ മുമ്പിൽ വകവയ്ക്കാതെ പെരുവെള്ളത്തിലേക്ക് ഇറങ്ങാൻ ആരും മനസ്സ് വെച്ചിട്ടുണ്ടോ? ഈ പെരുവെള്ളത്തിൻ്റെ മേൽ വേല ചെയ്യാൻ ആര് മനസ്സ് വെച്ചിട്ടുണ്ടോ അവർ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടുള്ളൂ. കുറച്ചുകൂടെ കൃത്യമായിട്ട് ആ ഭാഗം തെളിച്ചു തന്നാൽ, എന്നും പേടിയാണെന്നും പറഞ്ഞ് കയ്യും കെട്ടി പെരയ്ക്കകത്ത് ഇരുന്നാൽ ഒരിക്കലും ദൈവപ്രവൃത്തി കാണിയല്ല. ഞാനിത് പറയുമ്പോൾ യാക്കോബിനെ ഓർക്കുക. 40 വർഷത്തോടത്തോളം യാക്കോബ് വാഗ്ദത്തപ്രകാരം ജനിച്ച മകനാണ്. കൂടാരവാസി എന്നാണ് വിളിക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തെ ആദ്യകാലങ്ങളിൽ. കണക്ക് നോക്കിയാൽ ഒരു 40 കൊല്ലം ഭൂമിയിൽ ജനിച്ചിട്ട് ഈ 40 വർഷക്കാലം കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ അമ്മയുടെ ഓമനപുത്രനായി അങ്ങനെ പെരയ്ക്കകത്ത് ചുറ്റിക്കറങ്ങി നടന്ന യാക്കോബ് ആയുസിൽ ദൈവം ഉണ്ടെന്ന് പോലും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുമെന്നറിയില്ല. വീട്ടിൽ പാട്ട് പാടുകയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ തൻ്റെ സുരക്ഷിത മേഖല വിട്ട് ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ ദൈവം തമ്പുരാൻ അവനെ തള്ളി പുറത്ത് ചാടിച്ചതുപോലെ ആ കൂടാരത്തിനകത്ത് നിന്ന് ഇപ്പം നമ്മൾ വായിച്ചതുപോലെ പെരുവെള്ളത്തിലേക്ക് ചാടിയതുപോലെ അങ്ങനെ ആ കൂടാരം വിട്ട് പുറത്തേക്ക് ചാടിയതിന് ശേഷമാണ് അത്ഭുതങ്ങൾ കാണാൻ, ദൈവപ്രവൃത്തികൾ കാണാൻ, ദൈവശബ്ദം കേൾക്കാൻ, ദൈവത്തിൻ്റെ കരുതൽ കാണാൻ, ദൈവം കൂടെയുണ്ടെന്ന് മനസ്സിലാക്കാൻ, ദൂതന്മാർ കാവലുണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ഇടയായി തീർന്നത് പെരയ്ക്കകത്ത് ചെപ്രപ്പൂട്ടിട്ടിരുന്നപ്പോഴല്ല, ആരാണ്ടും കൊണ്ടുകൊടുക്കുന്നത് ഇരുന്ന് തിന്നും കുടിച്ചും ഉറങ്ങിയും തീർത്തപ്പോഴല്ല. ആരാണോ ജീവിതത്തിൽ റിസ്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് അവരാണ് അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ദൈവം ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്?
ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരാണ് കാണുന്നത്? മുമ്പോട്ട് പോകണം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിലുണ്ട്. കല്യാണം കഴിച്ചാൽ റിസ്ക് ആയിരിക്കും. ആരാണ്ടുമൊക്കെ ഡിവോഴ്സായിപ്പോയി. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പെരയ്ക്കാത്തിരിക്കുന്നവൻ കുടുംബജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ കാണില്ല. പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ അവൻ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണും. വെള്ളത്തിൽ തിരമാലയുണ്ടാകും. വെള്ളത്തിൻ്റെ അടിയിൽ മറിഞ്ഞു കിടക്കുന്ന വലിയ മുതലയെപ്പോലത്തെ ഹിംസ്ര ജീവികൾ കാണും. ഓളങ്ങൾ കാണും. കൊടുങ്കാറ്റ് കാണും. കപ്പൽ മറിക്കുന്ന വലിയ തിരകൾ കാണും. ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകാം. അതിനകത്തകപ്പെട്ടു പോയാൽ ഡെഡ് ബോഡി പോലും കിട്ടാതെ വെട്ടിത്തിന്നുന്ന വൻ സ്രാവുകൾ കാണും. ഇതൊക്കെ കാണും ഇതിനകത്ത്. അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങാൻ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ, അതിൻ്റെ ഇടയിൽ കിടന്ന് അധ്വാനിക്കാൻ ആര് മനസ്സ് വെച്ചോ അവരെ കൈവിട്ട ദൈവമല്ല, അവരെ മറന്ന ദൈവമല്ല. കരയിൽ നിന്ന് പാക്കപ്പലുമായി അല്ലെങ്കിൽ ഒരു പൊതുമ്പ് വള്ളവുമായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കണ്ടിട്ട് മാറി നിന്ന ദൈവമല്ല. അവരുടെ മേൽ ദൃഷ്ടി വെച്ച് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് അവർക്ക് വേണ്ടി പ്രവൃത്തികൾ വെളിപ്പെടുത്തിയ ദൈവമാണ് 107-ാം സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷ വേല ചെയ്യാൻ പേടിച്ചകത്തിരുന്നാൽ അത്ഭുതം കാണില്ല. അത് പുറത്തേക്കിറങ്ങി ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ പേടിച്ചിരുന്നാൽ നടക്കില്ല. ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ടിറങ്ങി ചെയ്യുക. ഒരു കൊച്ചു ബിസിനസ് തുടങ്ങാൻ, ഒരു കൊച്ചു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, ചില റിസ്ക് ആണെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ, ബുദ്ധിമുട്ടാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കേ, പെരുവെള്ളത്തിലേക്ക് ഇറങ്ങിക്കേ, ആഴത്തിലേക്ക് നീക്കിക്കേ. എങ്കിൽ മാത്രമേ അത്ഭുതം കാണത്തുള്ളൂ. പേടിച്ചകത്തിരിക്കുന്നവൻ, ആരൊക്കെയോ പറയുന്ന കേട്ടിട്ട് നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറയുന്നവൻ അത്ഭുതം കാണില്ല. ഗോലിയാത്ത് വെല്ലുവിളി ചേലാത്താഴ്വരയിൽ വരുമ്പോൾ വാളുറയിലിട്ടിട്ട് രാജകീയ അങ്കിയും ധരിച്ച് പട്ടാളക്കാരുടെ മുമ്പിലൂടെ കിരീടം വെച്ച് പേടിച്ചിട്ട് ഒതുങ്ങി നിന്ന ശൗല് അത്ഭുതം കണ്ടില്ല. കിരീടവും മെതിയടിയും ചെങ്കോലും ഒന്നുമില്ലെങ്കിലും ഒരു കവണിയുമായ യഹോവയുടെ നാമത്തിൽ മുമ്പോട്ട് ചാടി ഇറങ്ങിയ ദാവീദാണ് ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടോളൂ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടോളൂ. ആരാണോ ദൈവത്തിൽ ആശ്രയിച്ച് കാൽച്ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്, തടസ്സമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കഷ്ടമുണ്ട്, എതിരാളിയുണ്ട്, ഇതൊക്കെ ശരിയാണ്. ഇന്നലത്തെ പലരും ഇതിനകത്ത് പട്ടുപോയിട്ടുണ്ട്, അതും ശരിയാണ്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടിറങ്ങിയ എല്ലാവരും, ഈ വേദപുസ്തകത്തിൽ ജീവിക്കാൻ ഇറങ്ങിയ, അധ്വാനിക്കാൻ ഇറങ്ങിയ, പ്രവർത്തിക്കാൻ ഇറങ്ങിയ, വിശ്വാസത്തോടെ ഇറങ്ങിയ എല്ലാവരും അത്ഭുതം കണ്ടിട്ടുണ്ട്. 12 പേര് പടകിലിരിക്കുമ്പോൾ യേശു വെള്ളത്തിലൂടെ നടന്നു വരുന്ന കണ്ട് കർത്താവേ എന്നെ കൂടി എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങിയ പത്രോസാണ് അത്ഭുതം കണ്ടത്, കർത്താവിൻ്റെ കരത്തിൻ്റെ പിടിയിൽ രക്ഷ കണ്ടത്. ഞാൻ നിങ്ങളോട് പറയാം, ആരെങ്കിലും പറയുന്ന കേട്ട് ഭയപ്പെട്ട് നിൽക്കരുത്. മുമ്പോട്ടിറങ്ങ്, വെള്ളത്തിലേക്ക് ഇറങ്ങ്, കർത്താവിൻ്റെ വാക്ക് കേൾക്ക്. എന്നാലേ കരുതലും അത്ഭുതം കാണത്തുള്ളൂ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്യങ്ങൾക്കായി സ്തോത്രം. സമുദ്രത്തിലേക്ക് ഇറങ്ങിയവർ, പെരുവെള്ളത്തിൽ വേല ചെയ്തവർ, അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെയും കണ്ടു. കർത്താവേ, ഇതുപോലെ നിൻ്റെ വാക്ക് കേട്ട് മുന്നോട്ടിറങ്ങുന്നവർ അത്ഭുതങ്ങൾ കാണട്ടെ, ദൈവപ്രവൃത്തികൾ കാണട്ടെ എന്ന് ധൈര്യം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.